ഹലോ ഫ്രണ്ട്സ്, അങ്ങനെ നമ്മൾ 5 മണിക്ക് തന്നെ ട്രെയിൻ കയറി എറണാകുളത്ത് നിന്ന് തിരുവനന്തപുരം വന്നേക്കുവാണ്. തിരുവനന്തപുരത്ത് എന്തിനാ വന്നേക്കെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ ഒരു വർഷം മുമ്പ് സമൂഹത്തിൽ മൊത്തം ചർച്ചാ വിഷയമായിരുന്നുള്ള കാര്യമായിരുന്നു നെയ്യാറ്റിൻകര ഗോപന്റെ സമാധി അമ്പലമായ അവിടെ എന്നൊക്കെ നമുക്ക് അറിയത്തില്ല. അപ്പൊ എനിക്കൊരു ഇൻട്രസ്റ്റ് തോന്നി. ഒരു വർഷം കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ അവിടെ എന്താണ് സംഭവിച്ചത്, ഇപ്പൊ എന്താണ് അവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് നമുക്കറിയാം. അങ്ങനെ ഞങ്ങൾ തിരുവനന്തപുരത്തെത്തി. തിരുവനന്തപുരത്ത് നിന്ന് നെയ്യാറ്റിൻകരയ്ക്കാണ് പോകേണ്ടത്. നെയ്യാറ്റിൻകരയാണ് സ്ഥലം എന്നറിയാം, പക്ഷെ എവിടെയാണെന്നൊന്നും അറിയത്തില്ല. ഇനി തേടി പിടിച്ച് വേണം പോകാൻ വേണ്ടി. നമുക്ക് ആരോടെങ്കിലും ഒക്കെ ചോദിച്ചങ്ങ് പോകാന്ന് പറഞ്ഞ പോലെ. ഇന്ന് സൺഡേ ആയതുകൊണ്ട് തന്നെ ഞാനും വൈഫും പിള്ളേരും എല്ലാം ഉണ്ട്. സീവിന് ഇന്ന് സ്കൂളിൽ പോകണ്ട. ചെറുക്കാപ്പിയുണ്ട്. ഞങ്ങൾ ഓട്ടോയ്ക്കാണ് കയറി പോയത് കേട്ടോ. ആ ഓട്ടോക്കാരന് വഴിയൊന്നും അറിയത്തില്ലായിരുന്നു. പുള്ളി അങ്ങനെ പറഞ്ഞു ഗൂഗിൾ മാപ്പൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് അന്വേഷിച്ച് പോകാമെന്ന് പറഞ്ഞു. പുള്ളിയുടെ വണ്ടിയിൽ കയറി. അങ്ങനെ പുള്ളി ഞങ്ങൾ അവിടെ നിന്ന് നെയ്യാറ്റിൻകര വരെ കൊണ്ടുപോയി കേട്ടോ. ശരിക്കും പറഞ്ഞാൽ ബസ്സിന് കയറി പോയാൽ മതിയായിരുന്നു, പക്ഷേ നമുക്കറിയില്ലായിരുന്നു ബസ്സിൽ ഇങ്ങോട്ടാണ് പോകേണ്ടതെന്ന്. അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഓട്ടോയ്ക്കാണ് പോയത്. കുറേ ദൂരം ഉണ്ട് കേട്ടോ. അവിടെ നിന്ന് ഏകദേശം 16 കിലോമീറ്റർ ഉണ്ട്. തിരുവനന്തപുരത്തിന് റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് 16 കിലോമീറ്റർ ഉണ്ടായിരുന്നു. ഇനി ഇവിടെ എല്ലാം ഈ കുട്ടി ഓട്ടോകളാണ് കേട്ടോ. തിരുവനന്തപുരത്ത് കൂടുതലും ഈ കുട്ടി ഓട്ടോകളാണ് പൊതുവെ ഉള്ളത്. ഞാൻ ചേട്ടനോട് ചോദിച്ചായിരുന്നു കുട്ടി ഓട്ടോ എന്താണെന്ന്. തിരുവനന്തപുരത്ത് മുഴുവൻ കുട്ടി ഓട്ടോകളാണ്. ഇവിടെ ഇതാണ് കൂടുതലും ഉള്ളതെന്ന് പറഞ്ഞു. എന്നാൽ നമ്മൾ ഹൈ റേഞ്ചിലേക്കും മറ്റു സ്ഥലത്തിലേക്കും പോയിട്ടുണ്ടെങ്കിൽ വലിയ ഓട്ടോകൾ കാണാൻ പറ്റും കേട്ടോ. എന്നാൽ ഈ കുട്ടി ഓട്ടോ യാത്ര ചെയ്യാൻ നല്ല സുഖമാണ്. ഞാൻ എൻ്റെ ചെറുപ്പത്തിൽ കുറേ ഈ ചെറിയ ഓട്ടോ യാത്ര ചെയ്യാൻ വേണ്ടി വാശി പിടിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ നെയ്യാറ്റിൻകര എത്തി കേട്ടോ. നെയ്യാറ്റിൻകര എത്തി. അവിടെ കുറേ സ്ഥലത്ത് വഴി വയ്ക്കുന്നതാണ് നിങ്ങൾ കാണുന്നത്. കുറേ പേരോട് ചോദിച്ചാണ് വന്നത്. പുള്ളിക്ക് ഇവിടെ താമസിക്കുന്നതാണെങ്കിലും പുള്ളിക്ക് അറിയൊന്നുമില്ല. ഇവിടുത്തെ അന്ന് ഒരു വർഷമായല്ലോ. അപ്പം ന്യൂസിനെ കുറിച്ചൊന്നും വലിയ പിടുത്തമൊന്നുമില്ല. എന്നാലും ഞങ്ങൾ ചോദിച്ചു പോയി. ഒരു ചെറിയൊരു കുഗ്രാമമാണ്. ആളുകളൊക്കെ ഒന്ന് ആ പുള്ളിയുടെ പേര് ചോദിക്കുന്നത്, അങ്ങോട്ട് പോകുന്ന വഴി ചോദിക്കുന്നത് വലിയ താല്പര്യമുള്ള കാര്യമൊന്നുമില്ല കേട്ടോ. കാരണം എന്താ നമുക്കറിയത്തില്ല. അപ്പോൾ അങ്ങോട്ടാരും പോകാറില്ല എന്നൊക്കെയാണ് പറയണത്. അങ്ങനെ ഞങ്ങൾ അന്വേഷിച്ച് സ്ഥലത്തെത്തി എന്ന് പറയാം. നെയ്യാറ്റിൻകര ഗോപൻ എന്ന പേര് മാത്രമേ ഉള്ളൂ കേട്ടോ. നെയ്യാറ്റിൻകരയിൽ നിന്ന് കുറേ കൂടെ ഇങ്ങോട്ട് വരണേ. ഉള്ളിലോട്ടാണ് ഈ വീട് സ്ഥലങ്ങളൊക്കെ. ഈ സ്ഥലത്തിന്റെ പേര് വേറൊരു പേരാണ്, എനിക്ക് കറക്റ്റായിട്ട് വരെ വരുന്നില്ല. എന്തായാലും ഞങ്ങൾ സ്ഥലത്തെത്താറായി. നിങ്ങളിനി കാണുന്നത് ഞാൻ അങ്ങോട്ടുള്ള സ്ഥലമാണ് കേട്ടോ. ഇവിടെ കുറേ ചേട്ടന്മാരൊക്കെ ഇപ്പോൾ. ആ ചേട്ടനോട് ഞങ്ങൾ വഴി ചോദിച്ചായിരുന്നു. കുറേ പേരോട് വഴി ചോദിച്ചു കേട്ടോ നമ്മൾ വന്നത്. എല്ലാവർക്കും വലിയ വ്യക്തതയൊന്നും ഉണ്ടായില്ല. അങ്ങനെ സ്ഥലത്ത് നമ്മൾ എത്തിയിട്ടുണ്ട് കേട്ടോ. സ്ഥലം തേടി പിടിച്ചെത്തി. ഒരു രക്ഷയില്ല. ഈ താഴോട്ട് കിടക്കുന്ന വഴിയാന്ന് പറയാം. അവിടെ ആരെങ്കിലും ഉണ്ടോ എന്നൊക്കെ നോക്കാം. ഞങ്ങൾ തിരുവനന്തപുരത്ത് എത്തിയിരിക്കുക. ഞാനും ഉണ്ട്, വൈഫുണ്ട്, കൊച്ചുങ്ങളുണ്ട് കേട്ടോ. ഒറ്റയ്ക്ക് പിന്നെ ടൂറായി. എനിക്ക് വീടെടുക്കുമ്പോൾ നമുക്ക് വീടെടുക്കാൻ വേണ്ടി വന്നപ്പോൾ ഒരു ടൂർ പോലെ വന്നേക്കുവാണ്. തിരുവനന്തപുരം കണ്ടിട്ട് പോകല. കുഞ്ഞു വഴിയാണ് ഇങ്ങോട്ട് പോകുന്ന വഴികളെ. ഇവിടെയാണ് സമാധി എന്ന് പറയുന്നത് സംഭവമൊക്കെ. എന്തായാലും പുള്ളിയുടെ ഫോട്ടോ ഒക്കെ ഇവിടെ വെച്ചിട്ടുണ്ട്. പുള്ളിയുടെ വീട് എവിടെയാണെന്ന് എനിക്കറിയില്ല. നമുക്ക് തപ്പി പിടിക്കാം. ഇതാണ് സമാധി ആയത്. അതൊക്കെ ചെല്ലാവാ. ഇപ്പൊ ഒരു ചെറിയ അമ്പലം പോലൊക്കെ പണിത് വെച്ചിട്ടുണ്ട് കേട്ടോ. അമ്പലമാണെന്ന് തോന്നുന്നു. പുള്ളി ഇതിന്റെ അടിയിലാണെന്ന് തോന്നുന്നു. ആർക്കറിയാം. എന്തായാലും ഇപ്പൊ ഇത്രയൊക്കെ സെറ്റപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഫ്രണ്ട്സ്, അങ്ങനെ ഞങ്ങൾ തിരിച്ചു പോവാണ് കേട്ടോ. മടുത്തു. നല്ല യാത്രാക്ഷീണമുണ്ട്. പിള്ളേരൊക്കെയാണ് എല്ലാവരും വിശന്നിരിക്കുകയാണ് കേട്ടോ. ഞങ്ങൾ ഇനി എവിടെ നിന്ന് കഴിച്ചിട്ട് തിരിച്ചു പോകാമെന്ന് വിചാരിച്ചാണ്. അപ്പോൾ ഓക്കെ, ബൈ. അടുത്ത വീഡിയോയിൽ കാണാം. എന്തെങ്കിലും അടുത്ത ന്യൂസ് നിങ്ങൾക്ക് ഇതുപോലെ അറിയണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. ഓക്കെ.